കിടിലം പ്രോഡക്റ്റാണ്. ഇതിടാതെയും ഇതിട്ട് കഴിഞ്ഞാലും ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് വരും. ഒരു ഗെറ്റ് റെഡി വിത്ത് മീ കണ്ടാലോ? ഫ്ലമിംഗോ, ഫ്ലമിംഗോ. പെട്ടെന്ന് അടിച്ചു. ഒരു 3 ഐറ്റംസ് മാത്രം മതി നമുക്കൊന്ന് നല്ലോണം ഒന്ന് ഒരുങ്ങി ഇറങ്ങി പോവാൻ. 3 ഐറ്റംസ്. ഫസ്റ്റ് ഒരു കൺസീലർ, ഒരു ലിപ്സ്റ്റിക്ക്. ഇത്രയേ ഉള്ളൂ. ലിപ്സ്റ്റിക്കും ഞാൻ എപ്പോഴും ഉപയോഗിക്കത്തില്ല, ലിപ് ഗ്ലോസ് പോലത്തെ ഐറ്റമൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ബ്ലഷ് ഞാൻ ഇടാറുണ്ട്, മിക്കവാറും ഇടാറുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതാണ് കൺസീലർ. ഇതൊരു പരുവായി, കാരണം ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചൊരു സാധനം കൺസീലറാണ്. ഇടും. ഇത് കൈ വെച്ച് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷേ എനിക്കിപ്പം കൈക്ക് എനിക്ക് ഇങ്ങനെ ആക്കുമ്പോൾ എനിക്ക് ആ ഒരു ഇത് കിട്ടുന്നില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ ഭയങ്കര കഷ്ടപ്പെട്ടിട്ടാണ് ചെയ്യുന്നത്. ഇത് പാക്കിൻ്റെ ബ്ലഷാണ്, മാക്കല്ല പാക്ക്. പാക്കിന് ബ്ലഷ് ഉണ്ടോ? ഇത് നമ്മൾ നോക്കുമ്പോൾ ഒരു ക്രീം ബ്ലഷ് പോലെ തോന്നും, പക്ഷേ ഇട്ട് കഴിയുമ്പോൾ ഒരു പൗഡർ ഫോമാറ്റിലാവും. പിന്നെ ഒരു ലിപ് ടിൻ്റാണ് ഫസ്റ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചുണ്ടിലൊരു ഒരു ഷെയ്ഡൊക്കെ വരും. ഇത് മുകളിലൊക്കെ പറ്റി ഒരു ചെറിയ ടിൻറ്റ് വരും. കിടിലം പ്രോഡക്റ്റാണ്. ഇതിടാതെയും ഇതിട്ട് കഴിഞ്ഞാലും ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് വരും. ഇങ്ങനെ മമ്മ ആക്കരുതെന്നാണ് പറയുന്നത്, പക്ഷെ ഞാൻ ആക്കാറുണ്ട്. എനിക്കെന്തോ അത് ചെയ്യുമ്പോഴാണ് ഒരു ഫിനിഷിങ് കിട്ടുന്നത്. അത് മതി. ഇനി എനിക്കൊരു സാധനം ഇടാനുണ്ട്. അത് ഞാനൊരു കടയിൽ പോയി. ആ കടയിൽ കുറേ നാൾക്ക് മുന്നിൽ പോയി. അപ്പോൾ അവിടെ ഒരു കമ്മൽ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷേ അതിന് നല്ല പൈസയുണ്ട്. നല്ല പൈസ എന്ന് വെച്ചാൽ ഒരു കമ്മൽ വാങ്ങിക്കുന്നതിനേക്കാളും കുറച്ച് റേറ്റ് കൂടുതലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു വേണ്ട, എന്തിനാണ് ഇതൊക്കെ വാങ്ങിക്കുന്നത്. പിന്നെ ഞാൻ വിചാരിച്ചു, അങ്ങനെ ഞാൻ ഓരോ വട്ടം കടയിൽ പോകുമ്പോഴും ഈ സാധനം എൻ്റെ കണ്ണിലിങ്ങനെ പെടും. ഞാൻ ഇത് ആർക്കും വേണ്ട, എനിക്ക് മാത്രം മതിയോന്ന്. അങ്ങനെ നോക്കി ഒരു ദിവസം പാത വീണ്ടും അവിടെ കിടക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കത് വാങ്ങിക്കാം. ഇത്രയും നാളും അത് അവിടെ തന്നെ കിടന്നില്ലേ, അപ്പോൾ അതുകൊണ്ട് മേടിക്കാം സാധനം. കണ്ടോ, ഭയങ്കര ക്യൂട്ടായിട്ടില്ലേ? നൈസല്ലേ? ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട് കമ്മലാണ്. അതിലൊരു പിന്നിട്ട് പോലെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ മുടിയുടെ കളറൊക്കെ അറിയാൻ പറ്റുന്നുണ്ടല്ലേ? എങ്ങനെയുണ്ട്? നൈസല്ലേ? ഇത്രയേ ഉള്ളൂ. ഇതാണ് എൻ്റെ ക്യുക്ക് മേക്കപ്പ് ലുക്ക്. ഇവിടെ ഞാനിത് ആദ്യം തേച്ചത് കൊണ്ടാണ് ഇവിടെ ഒരു റെഡ് കളർ, അല്ലെങ്കിൽ ഇത് കുറച്ചുകൂടെ നല്ല ഡിഫൈൻഡ് ആയിട്ടിരിക്കും. അപ്പോൾ ബൈ.